വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വിഷ്ണു അങ്ങനെ ഫോൺ വിളിച്ച് പറയുമ്പോൾ ശാലിനി അങ്ങ് കരയുകയാണ്. അന്നേരം എൻ്റെ ഓർമ്മകളിൽ നിന്ന് തനിക്കങ്ങ് പോകാൻ കഴിയുമെങ്കിൽ താനങ്ങ് പൊയ്ക്കോ, പക്ഷേ എൻ്റെ ചങ്ക് പറിച്ചുകൊണ്ടാണ് താൻ പോകുന്നതെന്ന് ഓർമ്മ വേണം എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുമ്പോൾ വിഷ്ണുവേട്ടാന്നും പറഞ്ഞ് ശാലിനി ഒരു പ്രാവശ്യം ഇങ്ങനെ വിഷ്ണുവേട്ടാന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് കരഞ്ഞങ്ങ് ഫോണങ്ങ് വയ്ക്കുകയാണ്. തുടർന്ന് എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഇത്രയും സങ്കടം കൊണ്ട് നിനക്ക് ഏത് രാജ്യത്ത് പോയാലാണ് നിനക്ക് ജീവിക്കാൻ പറ്റുക എന്നിങ്ങനെ ശാലിനിയോട് ശാരദാമ്മ ചോദിക്കുകയാണ്. അന്നേരം പോകുന്നതിന് മുമ്പ് വിഷ്ണുവേട്ടൻ്റെ ശബ്ദം ഒന്ന് കേൾക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ കരയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ഇങ്ങനെ പിടിവിട്ട് പോകുമ്പോൾ കരയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ശാലിനി വീണ്ടും കരയും കണ്ണീരും ഉടയ്ക്കുകയും ഒക്കെ ഇങ്ങ് ചെയ്യുകയാണ്. എന്നിട്ട് സത്യം ഇതൊക്കെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട്. തുടർന്നും പിന്നെ ശാരദാമ്മയോട് ശാലിനി അങ്ങ് പറയുകയാണ്, പൊന്നുപോലെ നോക്കിക്കൊണ്ട് നടന്ന കുടുംബശ്രീ ഹോട്ടല് മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് അമ്മ പോകുമ്പോൾ അമ്മയ്ക്കേറെ സങ്കടം ഉണ്ടെന്നറിയാം, പക്ഷെ എന്നെ സമാധാനിപ്പിക്കുക, എന്നെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഒരു കണ്ണീര് ഇത്തിരി പോലും അമ്മയുടെ കണ്ണിൽ നിന്നും പൊഴിയുന്നില്ലല്ലോ. അമ്മ എന്നെ വെറുക്കരുത്, ശപിക്കരുത്. എനിക്ക് വേണ്ടി എല്ലാവരും ത്യാഗങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷേ നമ്മുടെ ആ ഹോട്ടൽ ഇതല്ലേ എന്നെ ഇവിടം വരെ എത്തിച്ചത്, കളക്ടറാക്കിയതും നമ്മുടെ ഇത്രയും മേലുയർച്ചയുടെ ഒക്കെ കാരണം ആ കുടുംബശ്രീ തന്നെയാണ്. ഒരു ദിവസം 24 മണിക്കൂർ പോരാതെ വന്നിട്ടില്ലേ നമുക്ക് ജോലി ചെയ്യാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്നെ വെറുക്കരുത്, ശപിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ശാലിനി ഇങ്ങനെ ശാരദാമ്മയോട് പറയുമ്പോൾ എന്താടിയെന്നും പറഞ്ഞ് ശാരദാമ്മ പക്ഷെ കരയൊന്നുമൊന്നുമില്ല. ശാലിനിയുടെ മുമ്പിൽ ശാരദാമ്മ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് രാജ്യം വിട്ട് പോയേ പറ്റൂ, പക്ഷെ അല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. എൻ്റെ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല, പക്ഷേ ഇവിടെ നിന്ന് പോയേ ഒക്കൂ എന്നും പറഞ്ഞ് ശാലിനി ഇങ്ങനെ കണ്ണീരൊക്കെ തുടച്ച് നിൽക്കുന്നുണ്ട്. അന്നേരവും സത്യം ഇവർ രണ്ടുപേരുടെയും സംഭാഷണമൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം വിഷ്ണു ആണെങ്കിൽ വീണ്ടും വണ്ടി ഓടിച്ച് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം വിഷ്ണു ആ ശ്യാമ പറഞ്ഞതൊക്കെ ഓർമ്മിക്കുന്നുണ്ട്. ശാലിനിയാണ് ബ്ലഡ് കൊടുത്തത്, ഇല്ലെങ്കിൽ പപ്പിമോള് ജീവനോടെ ഉണ്ടാകില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞത് ഓർമ്മിച്ച് ഇങ്ങനെ വണ്ടി ഓടിച്ച് വരുമ്പോൾ ഇടയ്ക്ക് വെച്ച് വിഷ്ണുവിൻ്റെ വണ്ടി ബുള്ളറ്റ് നിൽക്കുകയാണ്. അന്നേരം എണ്ണ തീർന്നാണ് നിൽക്കുന്നത്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ വണ്ടി കുലുക്കിയൊക്കെ നോക്കുന്നുണ്ട്. അതിനുശേഷം വണ്ടി അവിടെ വെച്ചിട്ട് ഇടയ്ക്ക് ഒരു ഷോർട്ട് കട്ടിലൂടെ ഇങ്ങനെ ട്രാക്കിലേക്ക് കയറുന്നുണ്ട്. അന്നേരം ആ റെയിൽവേ ട്രാക്കിലൂടെ വിഷ്ണു ഇങ്ങനെ ഓടി വരികയാണ്. അന്നേരം വിഷ്ണു ആലോചിക്കുകയാണ്, അന്ന് പിന്നെ IAS എക്സാമിന് ശാലിനിയും കൊണ്ടുപോകുമ്പോൾ ട്രെയിനിൻ്റെ സമയത്ത് എത്താതിരുന്നപ്പോൾ ആ ട്രാക്കിലൂടെ ശാലിനിയും കൊണ്ട് ബാഗൊക്കെ പിടിച്ച് ഓടിയതൊക്കെ വിഷ്ണു ഓർമ്മിക്കുന്നുണ്ട്. തുടർന്നൊരു ട്രെയിൻ വരുമ്പോൾ വിഷ്ണു സൈഡിലേക്ക് മാറി നിൽക്കുന്നുണ്ട്. അതിനുശേഷം വിഷ്ണു ആണെങ്കിൽ വീണ്ടും ആ ട്രാക്കിലൂടെ ഇങ്ങനെ കയറി ഓടുമ്പോൾ കാലിങ്ങനെ ആ ട്രാക്കിൽ തട്ടി വിഷ്ണു മുട്ടിടിച്ച് വീഴുകയാണ്. വിഷ്ണുവിൻ്റെ മുട്ട് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. എണീക്കാൻ വിഷ്ണു ഒരുപാട് പാടുപെടുന്നുണ്ട്. ആ മുട്ടിൽ ശക്തിയായിട്ട് തടവുകയൊക്കെ ചെയ്തിട്ടാണ് വിഷ്ണു ഒരുവിധം ഏന്തി വലിച്ചെഴുന്നേറ്റ് വീണ്ടും അങ്ങ് ഓടുകയാണ്. അന്നേരവും ആ കാല് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ പിന്നെ ശാലിനി ആണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാണുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, ഇത്രയും സങ്കടപ്പെട്ട് നമുക്കൊരു യാത്ര വേണോ മോളെന്ന് ചോദിക്കുമ്പോൾ വേണം, എല്ലാം ഇട്ടെറിഞ്ഞ് പോയേ മതിയാകൂ എന്നിങ്ങനെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം പിന്നെ സത്യ ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ ശാലിനി ഒന്നും മിണ്ടുന്നില്ല. അന്നേരം ശാരദാമ്മ പറയുകയാണ്, അമ്മയ്ക്ക് നല്ല സുഖമില്ലാന്ന് തോന്നുന്നു, നമുക്ക് തിരിച്ചു പോയാലോ മോളെ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ നമുക്ക് ടൂറിന് പോകണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ശാരദാമ്മയൊന്നും മിണ്ടുന്നില്ല. തുടർന്നും ഈ സത്യങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ടൂറിന് പോയിട്ട് വരുമ്പോൾ പപ്പിക്ക് വലിയൊരു പാവ വാങ്ങിച്ചുകൊണ്ട് വരണം, പിന്നെ സത്യാമ്മ വാങ്ങിച്ച് തന്നതുപോലെ ഒരു നെക്ലേസ് വാങ്ങിക്കൊണ്ട് വരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിയുടെ സന്തോഷം കണ്ടിട്ട് ശാരദാമ്മ പറയുന്നുണ്ട്, നമ്മൾ ടൂറിനൊന്നും പോവുകയല്ല എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇവിടം വിട്ട് പോവുകയാണ് എന്നിങ്ങനെ ശാരദാമ്മ പെട്ടെന്നങ്ങ് പറയുന്നുണ്ട്. അന്നേരം അമ്മയെന്നിങ്ങനെ ശാലിനി വിളിക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ ഇത് കാണാനായിട്ട് വയ്യ, എല്ലാം അറിഞ്ഞിട്ട് പോകുന്നതാണ് നല്ലത്, അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഉള്ള സങ്കടം കാണാനായിട്ട് വയ്യ, ഇത് അറിയുമ്പോൾ കുറച്ച് സങ്കടമല്ലേ ഉള്ളൂ, അല്ലാതെ എല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ട് കുഞ്ഞിനെയും കൊണ്ട് പോകണ്ട എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ നമ്മൾ ടൂറിനല്ലേ പോകുന്നത്, അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയും ബിഗ് ഫ്രണ്ടിനെയും ഒന്നും കാണാൻ പറ്റില്ലല്ലേ, ഞാൻ വരില്ല, നമുക്ക് പോകണ്ട എന്നും പറഞ്ഞ് നമുക്ക് തിരിച്ചു പോകാമെന്നും പറഞ്ഞ് ഈ കുട്ടി തിരിച്ച് നടക്കാനൊക്കെ പോകുമ്പോൾ ശാലിനി ആണെങ്കിൽ പിടിച്ചു നിർത്തുന്നുണ്ട്. എല്ലാവരും കൂടെ എന്നെ ഇങ്ങോട്ട് കൊല്ലും എന്നൊക്കെ ശാരദാമ്മയോടും ദേഷ്യപ്പെടുന്നുണ്ട് ശാലിനി. തുടർന്ന് അമ്മയുടെ ജോലിയല്ലേ, നമുക്ക് ഇടയ്ക്കൊക്കെ വരാം എന്നിങ്ങനെ പറയുമ്പോൾ ജോലി ഇതായിപ്പോയില്ലേ എന്നൊക്കെ ശാലിനി പറയുമ്പോൾ ആ ജോലി വേണ്ട, നമുക്ക് പോകണ്ട, എനിക്ക് എല്ലാവരെയും വിട്ടിട്ട് പോകാനൊന്നും പറ്റില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഞാനും പിന്നെ ശാരദാമ്മ പറയുന്നുണ്ട്, അവരെയൊക്കെ മറന്നേ മതിയാകും, അവരെയൊന്നും ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴാണ് സത്യയ്ക്ക് അങ്ങോട്ട് കൂടുതൽ വിഷമമാവുന്നത്. അന്നേരം കുഞ്ഞിനെ ഒരുവിധമൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വരില്ല, ഇവിടെ നിന്ന് പോകണ്ട എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു തന്നെ സത്യ നിൽക്കുകയാണ്.
ഇതേ സമയം വിഷ്ണു ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ മുകളിലത്തെ അതിൽ കൂടെ പിന്നെ ഫ്ലൈ ഓവറിൽ കൂടെ വിഷ്ണു ഇങ്ങനെ ഓടി വരുന്നുണ്ട്. അന്നേരം ഓടി വരുമ്പോൾ ഒരാളിനെ ഇങ്ങനെ തട്ടുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു അവിടെ അങ്ങ് വീഴുന്നുണ്ട്. അന്നേരം എവിടെ നോക്കിയാടോ നടക്കുന്നതെന്ന് അയാൾ വഴക്ക് പറയുന്നുണ്ട്. അന്നേരവും ആ മുട്ട് തന്നെ ഇടിക്കുന്നുണ്ട് വീഴുമ്പോൾ വിഷ്ണുവിൻ്റെ. അന്നേരവും വിഷ്ണു പതിയെ അങ്ങോട്ട് എഴുന്നേക്കാൻ കാലിൽ ഏന്തി വലിച്ചെന്ന പോലെയാണ് വിഷ്ണു വീണ്ടും. എന്നാലും ആവുന്നത്ര സ്പീഡിന് വിഷ്ണു ഇങ്ങനെ ഓടി വരികയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ആ ഫ്ലൈ ഓവറിൽ കൂടെ ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ വിഷ്ണു ഒന്ന് വീഴുന്നുണ്ട്. ഫസ്റ്റ് ലാൻഡിങ്ങിൽ വിഷ്ണു അങ്ങ് വീഴുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ തല ഇങ്ങനെ വെളിയിലേക്ക് വെച്ച് നോക്കുമ്പോൾ ശാലിനി അവിടെ നിൽക്കുന്ന കാണുന്നുണ്ട്. അന്നേരം ശാലിനി എന്നിങ്ങനെ ഉറക്കെ വിളിക്കുകയാണ്. അന്നേരം വിഷ്ണുവേട്ടെന്നും പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം ബിഗ് ഫ്രണ്ട് എന്നും പറഞ്ഞ് സത്യ നോക്കുകയാണ്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ പെട്ടെന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് താഴോട്ട് വരാനായിട്ട് ശ്രമിക്കുമ്പോൾ സൈഡിൽ കമ്പിയിൽ തട്ടുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ ആ സ്റ്റെപ്പിൽ കൂടെ ഇങ്ങനെ ഉരുണ്ട് വന്ന് ആ താഴത്തെ ആ ലാൻഡിങ്ങിൽ വന്ന് തല ശക്തിയായിട്ട് അങ്ങ് ഇടിക്കുകയാണ്. അന്നേരം ഇത് ശാലിനി ശാരദാമ്മയും സത്യമൊക്കെ കാണുന്നുണ്ട്. അന്നേരം അവർ ഓടി വരികയാണ്. വിഷ്ണുവേട്ടാന്നും പറഞ്ഞ് ശാലിനി ആദ്യം ഓടി വരുന്നുണ്ട്. ബിഗ് ഫ്രണ്ട് എന്നും പറഞ്ഞ് സത്യ പുറകെ ഓടുകയാണ്. ശാരദാമ്മയും പുറകെ ഓടി എത്തുന്നുണ്ട്. അന്നേരം വിഷ്ണു ആണെങ്കിൽ തലയിടിച്ച് വീണ വേദന കൊണ്ടങ്ങ് കിടന്ന് കരയുകയാണ്. മൂക്കിൽ നിന്നും തലയിൽ നിന്നും ഒക്കെ ഇങ്ങനെ ബ്ലഡ് വരുന്നുണ്ട്. അന്നേരം ശാലിനി പോയി ഓടി ഇങ്ങനെ വിഷ്ണുവിനെ ഇങ്ങനെ വാരി എടുക്കുകയാണ്. അന്നേരം വിഷ്ണുവേട്ട എന്താണെന്ന് ചോദിക്കുമ്പോൾ പിന്നെ താൻ ഇവിടം വിട്ട് എന്നെ വിട്ട് പോവുകയാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം സത്യ ഇതൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും പറയുന്നില്ല. ബിഗ് ഫ്രണ്ട് എന്നും പറഞ്ഞ് ഈ കുട്ടി ഇങ്ങനെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട് എനിക്ക് ട്രാൻസ്ഫർ ആണെന്ന് പറയുമ്പോൾ വിഷ്ണു പെട്ടെന്ന് ദേഷ്യത്തോടെ ശാലിനി തട്ടി അങ്ങ് മാറ്റുകയാണ്. എന്തോന്ന് ട്രാൻസ്ഫർ, എന്നിൽ നിന്ന് ഒളിച്ചോടാനോ, അതെ എന്നിൽ നിന്നാണോ ഓടുന്നത്, അതെ എൻ്റെ അമ്മയിൽ നിന്നാണോ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ചോദിക്കുമ്പോഴും വിഷ്ണുവിന് ഓർമ്മയൊക്കെ പോകാനൊക്കെ പോകുന്നുണ്ട്. തല നന്നായിട്ട് വേദനിക്കുമ്പോൾ വിഷ്ണു ശക്തിയായിട്ട് ഇടിച്ച ഭാഗത്ത് ഇങ്ങനെ കൈകൊണ്ട് അമർത്തുന്നുണ്ട്. ഓർമ്മ പോകാതിരിക്കാൻ വേണ്ടി തന്നെ വിഷ്ണു സംസാരിക്കാൻ വേണ്ടി ആ തലയിൽ നന്നായിട്ട് കൈ കൊണ്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്നും പിന്നെ പറയുന്നുണ്ട് പപ്പിയാണെങ്കിൽ ഹോസ്പിറ്റൽ റൂമിൽ കിടന്ന് ആകെ ബഹളമാണ്. ശാലിനിയെ നിന്നെയും സത്യയും കാണാതിരുന്നിട്ട് പപ്പി മോള് മരുന്ന് പോലും കഴിക്കില്ല എന്ന് പറഞ്ഞ് ആകെ വാശിയിലാണ്. ഈ കുട്ടികളുടെ ഈ സ്നേഹത്തെ ഒരിക്കലും ഇങ്ങനെ വേർപിരിക്കരുത്. രണ്ടുപേരും ഒരു സ്ഥലത്ത് കഴിയാനാണെങ്കിൽ അവരെ ഒരിക്കലും പിരിക്കരുത്. അതുകൊണ്ടാണ് അവർ ഹോസ്പിറ്റൽ ബെഡിൽ കിടന്നു പോലും പപ്പി ഇങ്ങനെ നിർബന്ധം കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ കുട്ടി പറയുമ്പോൾ വിഷ്ണുവിന് അങ്ങ് ഓർമ്മ പോകുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അന്നേരം അവരെ ഇങ്ങനെ അടർത്തി മാറ്റരുത്, താൻ എന്നെ വിട്ട് പോകരുത് എന്നൊക്കെ പറയുമ്പോഴും ശാലിനി ഇങ്ങനെ വിഷ്ണുവേട്ടാന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് പെട്ടെന്ന് വിഷ്ണുവിന് അങ്ങ് ഓർമ്മ പോവുകയാണ്. വിഷ്ണു അങ്ങ് വീഴുന്നുണ്ട്, തറയിലേക്ക് അങ്ങ് വീഴുന്നുണ്ട് ശാലിനിയുടെ കൈകളിൽ നിന്നും. അന്നേരവും ശാലിനി ഇങ്ങനെ വിഷ്ണുവിൻ്റെ കണ്ണുറക്ക് എന്ന് പറഞ്ഞിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം സത്യമാണെങ്കിൽ വിഷ്ണു അച്ഛ എന്നിങ്ങനെ വിഷ്ണുവിനെ വിളിക്കുകയാണ്. ബിഗ് ഫ്രണ്ട് എന്നല്ല വിഷ്ണു അച്ഛ എന്നും പറഞ്ഞ് വിഷ്ണുവിനെ തട്ടി വിളിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിന് ഓർമ്മ വീഴുന്നില്ല. അന്നേരം അയ്യോ എന്നും പറഞ്ഞ് ശാരദാമ്മ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. കുറേ ആൾക്കാർ മുകളിൽ നിന്ന് കുറേ ആൾക്കാരൊക്കെ അവിടെ കൂടുന്നുണ്ട്. ഇതേസമയം അവിടെ ഹോസ്പിറ്റലിൽ വീണ്ടും ശ്യാമ ഇങ്ങനെ പപ്പിമോൾക്ക് മരുന്ന് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് വേണ്ട ചേച്ചിയമ്മയും സത്യം വന്നില്ലല്ലോ, അവർ വന്നിട്ടേ ഞാൻ കഴിക്കൂ എന്നും പറഞ്ഞ് കുട്ടി ആകെ നിർബന്ധത്തിലാണ്. അതേസമയം സത്യമ്മയും പിന്നെ രോഹിത്തും കൂടി വരുന്നുണ്ട്. അമ്പലത്തിലൊക്കെ പോയി പ്രസാദമൊക്കെ ആയിട്ട് ഭാമ വരികയാണ്. എന്നിട്ട് കുഞ്ഞിൻ്റെ നെറ്റിയിൽ പ്രസാദമൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് മോക്കിപ്പോൾ വേദനയൊക്കെ കുറവുണ്ട്, ഇനി ഒരു വേദനയും വരില്ല, അച്ഛമ്മ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് വിഷ്ണു അച്ഛൻ വന്നില്ലല്ലോ എന്നിങ്ങനെ വീണ്ടും ഈ കുട്ടി ചോദിക്കുകയാണ്. വിഷ്ണു എവിടെ പോയി എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ പിന്നെ സത്യയും കുഞ്ഞേച്ചിയും കാണണമെന്നും പറഞ്ഞ് പിന്നെ പപ്പിമോൾ ആകെ ബഹളം വെച്ചു. അങ്ങനെ വിഷ്ണുവേട്ടൻ അവരെ കൂട്ടിക്കൊണ്ട് വരാൻ പോയിരിക്കുകയാണെന്ന് പറയുമ്പോൾ സത്യഭാമ പക്ഷേ ഒന്നും മിണ്ടുന്നില്ല, വേറെ അങ്ങോട്ടൊക്കെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം അവരെ കാണാതെ മരുന്നും കുടിക്കില്ല, ഭക്ഷണവും കഴിക്കില്ല എന്ന് പറഞ്ഞ് ആകെ വാശിയിലാണ്. ദേ കണ്ടില്ലേ എന്നും പറഞ്ഞ് കയ്യിലിരിക്കുന്ന മരുന്ന് ശ്യാമയാണെങ്കിൽ ഭാമയെ കാണിക്കുന്നുണ്ട്. അന്നേരവും സത്യഭാമയാണെങ്കിൽ പക്ഷേ ആശ്വസിപ്പിക്കുകയാണ്, കുട്ടിയോട് പറയുന്നുണ്ട് മോള് സമാധാനമായിട്ടിരിക്കുക, പിന്നെ വിഷ്ണു അച്ഛനെ ഇപ്പോൾ സത്യം ഫോണിൽ വിളിക്കാമെന്നും പറഞ്ഞ് വിഷ്ണുവിനെ ഫോൺ വിളിക്കുകയാണ്. അന്നേരം രോഹിത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. കുഞ്ഞു മരുന്നൊക്കെ കഴിക്കുന്നില്ല എന്നറിയുമ്പോൾ രോഹിത്ത് ആകെ അങ്ങ് വിഷമിക്കുകയാണ്. എന്നിട്ടന്ന് സത്യഭാമ വിഷ്ണുവിനെ ഫോൺ വിളിക്കുകയാണ്. അന്നേരം ഇത് കിട്ടുന്നില്ലല്ലോ, റിങ് പോലും ഇല്ല എന്നിങ്ങനെ ഭാമ പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് അത് ഫോണിൽ ചാർജ് കുറവായിരുന്നു, ചിലപ്പോൾ ഓഫായി പോയി ആയിരിക്കുമെന്ന് പറയുമ്പോൾ ഭാമ അങ്ങ് ഫോൺ വയ്ക്കുകയാണ്. അന്നേരം വീണ്ടും ഈ ശ്യാമ മരുന്ന് കൊടുക്കുമ്പോൾ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞ് പപ്പിയാണെങ്കിൽ തട്ടി അങ്ങ് മാറ്റുകയാണത്. തുടർന്നും ശ്യാമ നിർബന്ധിക്കുമ്പോൾ വേണ്ട വിഷ്ണുവച്ചൻ എന്താ ഇത്രയും വൈകുന്നത്, വന്നാലേ കഴിക്കൂ എന്ന് പറയുമ്പോൾ സത്യഭാമയും പറയുന്നുണ്ട് വിഷ്ണുവച്ചൻ വരും, മോളിത് കഴിക്കുക എന്ന് പറയുകയാണ്. തുടർന്ന് വീണ്ടും ഈ കുട്ടി വാശി പിടിക്കുമ്പോൾ സത്യഭാമയ്ക്ക് ചെറുതായിട്ട് ദേഷ്യം വരുന്നുണ്ട്. തുടർന്ന് പറയുകയാണ് രോഹിത്ത് എങ്ങനെയെങ്കിലും അത് വാങ്ങിച്ച് ഇവളെ കൊണ്ട് കഴിപ്പിക്കാൻ നോക്കുമെന്ന് പറയുമ്പോൾ രോഹിത്ത് അത് വാങ്ങിയിട്ട് വീണ്ടും കുട്ടിക്ക് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ വേണ്ട വിഷ്ണുവച്ചനും പിന്നെ ചേച്ചിയമ്മയും സത്യം വന്നിട്ട് ഞാൻ കഴിക്കൂ എന്നും പറഞ്ഞിട്ട് ആകെ നിർബന്ധം പിടിക്കുകയാണ്. അന്നേരം സത്യഭാമ പറയുന്നുണ്ട് മോളെ എങ്ങനെ വാശി പിടിക്കല്ലേ, മോളെ മരുന്നും ഭക്ഷണവും ഒക്കെ കഴിച്ചാലല്ലേ നമുക്ക്
എവിടെയാണെന്ന് വെച്ചാൽ പോകാൻ പറ്റുകയുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ആ വാശിയിൽ തന്നെ പപ്പിമോളെ കിടക്കുന്നത് കണ്ടിട്ട് ശ്യാമ പറയുന്നുണ്ട്, വേണ്ട സത്യാമ്മ, അവളെ നിർബന്ധിക്കേണ്ട, അവൾ കഴിക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ കുട്ടി കഴിക്കില്ല എന്നുള്ളത് അവിടെ ഭാമയ്ക്കും ബോധ്യമാവുകയാണ്. ഭാമ പിന്നെ മിണ്ടാതെ നിൽക്കുകയാണ്. ഈ സമയത്ത് വിഷ്ണുവിനെ ആണെങ്കിൽ അവിടെ ഹോസ്പിറ്റലിൽ ശാരദാമ്മയും ശാലിനിയും കൂടി കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. തുടർന്നാണ് ശാരദാമ്മ സത്യയും കൊണ്ട് ഈ പപ്പിമോളുടെ മുറിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പപ്പീന്നിങ്ങനെ വിളിക്കുകയാണ്. നേരെ ഹായ് സത്യ എന്ന് പറയുമ്പോൾ ശാരദാമ്മയെ കൊണ്ട് സത്യഭാമ മുഖം തിരിക്കുകയാണ് ഈ സത്യയും ശാരദാമ്മയും കണ്ടിട്ട്. തുടർന്ന് ഇതെന്താ പപ്പി നിനക്ക് പറ്റിയ, തലയിലൊക്കെ മുറിവൊക്കെ ഉണ്ടല്ലോ, വേദനിക്കുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ വേദനയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം എല്ലാം പോയി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ നീ, സത്യ വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ശ്യാമയ്ക്കും രോഹിത്തിനും ഒക്കെ സന്തോഷമാവുന്നുണ്ട്. പക്ഷേ ഇതാണെങ്കിൽ സത്യഭാമയ്ക്ക് തീരെ എങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, കുട്ടി ഈ സത്യ വന്നതും സംസാരിക്കുന്നതുമൊക്കെ. തുടർന്നാണെങ്കിൽ പിന്നെ ഡോക്ടർ വരുന്നുണ്ട്. അതിനു മുന്നേ പപ്പി ചോദിക്കുന്നുണ്ട് സത്യയുടെ അമ്മ എവിടെയും ചോദിക്കുമ്പോൾ സത്യ ഇങ്ങനെ ശാരദാമ്മയെ നോക്കുകയാണ്. അന്നേരത്തെ ആ സമയത്തുണ്ട് അവിടെ ഡോക്ടർ വരുന്നുണ്ട്. അന്നേരം ഇതാണോ മോള് പറഞ്ഞ കുട്ടി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതെ ഇതാണ് സത്യ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നിങ്ങനെ പപ്പി പറയുന്നുണ്ട്. അന്നേരം ഫ്രണ്ട് വന്നല്ലോ, അപ്പോൾ ഇനി മരുന്നൊക്കെ കഴിക്കാമല്ലോ എന്ന് പറയുമ്പോൾ കഴിക്കാമെന്നിങ്ങനെ പപ്പി സമ്മതിക്കുന്നുണ്ട്. തുടർന്ന് രോഹിത്തിൻ്റെ കയ്യിലിരിക്കുന്ന മരുന്ന് ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അത് ശാരദാമ്മ വാങ്ങിക്കുകയാണ്. എന്നിട്ട് ശാരദാമ്മ മരുന്ന് പപ്പിക്ക് കൊടുക്കുന്നുണ്ട്, അത് കഴിക്കുകയും ചെയ്യുകയാണ്. തുടർന്ന് ഒട്ടും ഇഷ്ടപ്പെടാതെ അങ്ങോട്ട് നീരസത്തോടെ സത്യഭാമ നിൽക്കുമ്പോൾ ഡോക്ടറിൻ്റെ മോൾക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസം ഇവിടെ കിടക്കേണ്ടി വരും, അവൾ മിടുക്കിയാണ്, പെട്ടെന്ന് വേദനയൊക്കെ ഇങ്ങോട്ട് മാറിക്കോളും, പിന്നെ കാരണം അവളുടെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ വന്നിരിക്കുന്നത്, കുട്ടി മിടുക്കിയാണ് എന്നൊക്കെ സത്യയെക്കുറിച്ചും ഡോക്ടർ പറയുമ്പോൾ സത്യഭാമ ഇങ്ങോട്ട് മുഖം തിരിക്കുകയാണ്. എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് വന്നു എന്ന് കരുതി തല അനക്കരുത്, അധികം സംസാരിക്കുകയൊന്നും വേണ്ട, ഫ്രണ്ട് സംസാരിച്ചോട്ടെ, നമുക്ക് കേൾക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോകുന്നുണ്ട്. ഇതേസമയം ICUവിൽ വിഷ്ണുവിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ശാലിനി അതിൻ്റെ വെളിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഈ സമയത്ത് സത്യ പപ്പിയോട് പറയുകയാണ്, പപ്പിക്ക് പിന്നെ ആക്സിഡൻറ്റ് പറ്റിയൊന്നും നമ്മൾ അറിഞ്ഞില്ല, ബിഗ് ഫ്രണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നില്ലായിരുന്നെങ്കിൽ വരാൻ വൈകിയിരുന്നെങ്കിൽ നമ്മൾ അറിയത്തുമില്ലായിരുന്നു, നമ്മുടെ ട്രെയിൻ അങ്ങ് പോയേനെ, പിന്നെ നമ്മൾ ഒരിക്കലും കാണത്തില്ലായിരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. സത്യഭാമയും രോഹിത്തും ശ്യാമയും ഒക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. രോഹിത്ത് ചോദിക്കുന്നുണ്ട് ട്രെയിൻ പോവുമായിരുന്നോ, എങ്ങോട്ട്, എവിടേക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് അത് ശാലിനിക്ക് ഒരു ട്രാൻസ്ഫർ, അവളത് ചോദിച്ചു വാങ്ങിയതാണ്, ഇവിടെ നിന്ന് മനഃപൂർവ്വം പോകാൻ വേണ്ടി, എല്ലാവരിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി ഞങ്ങളെയും കൊണ്ട് അവൾ പോകാൻ തുടങ്ങിയായിരുന്നു, ഇനി ഒരിക്കലും ഇവിടേക്ക് തിരിച്ചു വരില്ല എന്ന തീരുമാനത്തോടു കൂടി തന്നെയാണ് നമ്മൾ പോകാൻ തുടങ്ങിയെന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമ ഇതിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം ചോദിച്ചു വാങ്ങിയ ട്രാൻസ്ഫർ എന്നൊക്കെ ശ്യാമ ഇങ്ങനെ ചോദിച്ചിട്ട് അല്ല എന്നിട്ട് വിഷ്ണുവേട്ടനും കുഞ്ഞേച്ചിയും എവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അത് അവർ എന്നും പറഞ്ഞിങ്ങനെ ശാരദാമ്മ ഇങ്ങനെ തപ്പുമ്പോൾ എന്നിട്ട് എവിടെയെന്ന് ഇങ്ങനെ ശാരദാമ്മ ചോദിക്കുകയാണ്. ശാരദാമ്മയോട് ശ്യാമ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യഭാമ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. തുടർന്നാണ് രോഹിത്തിൻ്റെ ഫോൺ അടിക്കുന്നത്. ശാലിനിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് രോഹിത്ത് ഇങ്ങനെ ഫോൺ എടുക്കുമ്പോൾ അയ്യോ എന്നിങ്ങനെ രോഹിത്ത് വയ്ക്കുകയാണ്. അന്നേരം ഇരുന്ന സത്യഭാമ അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ രോഹിത്ത് ചോദിക്കുമ്പോഴും ഭാമ ഇങ്ങനെ ശ്രദ്ധിച്ച് രോഹിത്തിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. തുടർന്ന് ICUവിൻ്റെ ഫ്രണ്ടിലേക്ക് ഓടി വരികയാണ് സത്യഭാമയും പിന്നെ രോഹിത്തും ശ്യാമയും കൂടി. തുടർന്ന് ശാലിനി അവിടെ കാണുന്നുണ്ട്. തുടർന്ന് ആ ഗ്ലാസ് കൂടി സത്യഭാമ ഇങ്ങനെ അകത്തേക്ക് നോക്കുകയാണ്. അന്നേരം എന്താ സംഭവിച്ചത് എന്നിങ്ങനെ ശാലിനിയോട് സത്യഭാമ ഒന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ശാലിനി ഒന്നും മിണ്ടുന്നില്ല. അന്നേരം എടി എൻ്റെ മോൻ എന്താ സംഭവിച്ചത്, നീ അവനെ എന്താ ചെയ്തത് എന്നിങ്ങനെ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ രോഹിത്ത് പറയുകയാണ് സത്യമായ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാമല്ലോ, അതിന് ഇങ്ങനെയാണോ ചോദിക്കേണ്ടത് എന്ന് പറയുകയാണ്. അന്നേരം ഇവളോട് പിന്നെ ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് ചോദിക്കേണ്ടത്, ഇവളെ കാണാൻ വന്നത് കൊണ്ടാണ് പപ്പിമോൾ ഇപ്പോൾ അകത്ത് അങ്ങനെ കിടക്കുന്നത്, ഇതുപോലെ ഇവളെയും സത്യയും വിളിക്കാൻ വന്നത് കൊണ്ടാണ് എൻ്റെ മോനും ഇങ്ങനെ കിടക്കുന്നത്, നീ എന്ത് കൂടോത്രമാടി എൻ്റെ മോന് നേരെ ചെയ്തു വെച്ചത് എന്ന് പറഞ്ഞിട്ട് സത്യഭാമ അങ്ങോട്ട് ചാടിക്കടിക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ സ്വയം നിയന്ത്രിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. ശ്യാമയും രോഹിത്തും ആണെങ്കിൽ ആ സത്യഭാമയുടെ പെരുമാറ്റത്തിൽ ഇഷ്ടമല്ലാതെ നിൽക്കുകയാണ്. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ അവിടെയും ശാലിനിക്ക് നേരെ തന്നെയാണ് കുറ്റം വന്നിരിക്കുന്നത്. വീണ്ടും ശാലിനിയെ വഴക്ക് പറയാനും തുള്ളാനും ഒക്കെ ഒരു ബഹളം തന്നെയാണ് ഭാമ അവിടെ കാണിക്കുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർ വരും, വിഷ്ണുവിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവർ വീടുകളിലേക്ക് പോകും. അപ്പോൾ ശാലിനി ട്രാൻസ്ഫർ ഒന്നും ആയില്ല, തിരിച്ച് ഇവിടെ തന്നെ നിൽക്കാനുള്ള ശ്രമം തന്നെയാണ്. ഇത്രയൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.